നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ തിരിച്ചയച്ച രീതി വളരെ വലിയ വിവാദമാവുകയാണ്. പ്രത്യേകിച്ചും രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ ഇന്നലെ വലിയ ചർച്ചയ്ക്ക്, വലിയ വിവാദങ്ങളിലേക്ക്, വലിയ വലിയ വാഗ്വാദങ്ങളിലേക്ക് ആ സംഭവം നയിച്ചിരുന്നു. വിമാനത്തിൽ പോലും ഇവരെ കൊടും ക്രിമിനലുകളോടെന്ന പോലെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തെടുത്തത് മറ്റാരുമല്ല, ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് പിടികൂടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചയക്കപ്പെട്ട ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകളാണ് പറഞ്ഞത്. തങ്ങളോട് വളരെ മൃഗീയമായിട്ടാണ്, ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകുവാൻ അനുവദിക്കാതെ കൈകാലുകൾ ബന്ധിച്ചാണ് കൊണ്ടുവന്നത് എന്ന വാർത്ത. അത് ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തിന് വലിയ ക്ഷതമാണ് ഏൽപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഇവരെ കൊണ്ടുവന്നതൊരു സൈനിക വിമാനത്തിലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഒരു രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച് വേറൊരു രാജ്യത്തിൻ്റെ സൈനിക വിമാനം ആ രാജ്യത്ത് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് അപമാനകരമാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പക്ഷേ ചില ആളുകളൊക്കെ അതിനെ ന്യായീകരിച്ച് മെഴുകുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ മുഖ്യധാരാ പത്രങ്ങൾ, ഇന്ന് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളൊക്കെ ഇതിനെതിരെ ശക്തമായ തലക്കെട്ടോടു കൂടിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചില ആളുകൾ അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സാജൻ സ്കറിയെ പോലുള്ള ആളുകൾ വന്നിരുന്ന് ഈ സംഗതി അങ്ങ് ന്യായീകരിക്കണം. അദ്ദേഹത്തിന് ഒരുപക്ഷെ ന്യായീകരിക്കാതിരിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം അമേരിക്കയിലാണ് സെറ്റിൽഡ്, അമേരിക്കയിലോ യുകെയിലോ എന്തായാലും താൻ ജീവിക്കുന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ സത്യവുമായി നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും വെറും 75,000 രൂപ മാത്രമേ ഒരാൾക്ക് ഒരു സിവിലിയൻ വിമാനത്തിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വരുന്നതിന് ചിലവാകും. പക്ഷേ ഇപ്പോൾ അമേരിക്ക ചിലവാക്കിയിരിക്കുന്നത് ഒരാൾക്ക് 4 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ സൈനിക വിമാനത്തിൽ കൊണ്ടുവരുന്നതിന് ഒരു സിവിലിയൻ വിമാനത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ എത്രയോ ഇരട്ടി തുക അധികമാകും. എന്നിട്ടും അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ ഒരു അധിനിവേശ സ്വഭാവം ലോകത്ത് അടിച്ചുവെൽപ്പിക്കുന്നതിനാണ് എന്നതിൽ സംശയമില്ല. തങ്ങൾ വലിയ ശക്തിയാണ്, തങ്ങളുടെ സൈനിക വിമാനം ഏത് രാജ്യത്തും പറന്നിറങ്ങും എന്ന ഒരു സൂചന നൽകുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ചില രാജ്യങ്ങൾ ഇത്തരം വിമാനങ്ങളെ, അവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങനെ പിടിച്ച് ആ സൈനിക വിമാനത്തിൽ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നതിന് എതിർത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊളംബിയ അതുപോലുള്ള രാജ്യങ്ങൾ ഇത്തരം വിമാനങ്ങളെ തിരിച്ചയക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് തങ്ങളുടെ പൗരന്മാരെ റെസ്പെക്റ്റ് ചെയ്യണം, സിവിലിയന്മാരാണ്, അവർ കൊടും ക്രിമിനലുകളല്ല, അവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന ഒരു പ്രസ്താവനയാണ് ആ രാജ്യത്തെ ഭരണാധികാരികളുടെ ഇടയിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊളംബിയയുടെ പ്രസിഡൻറ്റ് പെട്രോയുടെ ഭാഗത്തു നിന്നൊക്കെ പറയുന്നത് കൊളംബിയക്കാരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ കൊടും ക്രിമിനലുകളോടെന്ന പോലെ പെരുമാറരുത്, സൈനിക വിമാനത്തിൽ അയക്കരുത്, സിവിലിയൻ വിമാനത്തിൽ അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സൈനിക വിമാനത്തെ അവർ തിരിച്ചയച്ചു. അപ്പോഴാണ് നമ്മൾ എല്ലാ വിധേയത്വവും സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ സൈനിക വിമാനം ഇന്ത്യയിൽ വന്നിറങ്ങിയിട്ടും പ്രതികരിക്കുവാൻ കഴിവില്ല. അതെങ്ങനെ നിൽക്കുന്നത്? നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയ അപമാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നമ്മുടെ സ്കറിയെ പോലുള്ളവർ, ഷാജൻ സ്കറിയെ പോലുള്ളവർ അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. സൗദിയിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളാരും ഒന്നും മിണ്ടില്ല, അമേരിക്ക ആയതുകൊണ്ടാണോ ഇത്ര ചർച്ചകൾ വരുന്നത്? സൗദിയിൽ ഉദാഹരണമായിട്ട് അദ്ദേഹം കുറച്ച് എത്യോപ്യക്കാരെ സൗദിയെ ഇങ്ങനെ റെയ്ഡിൽ പിടിച്ച് അനധികൃതമായി ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ചെക്ക് ചെയ്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ചില വീഡിയോസും ഒക്കെ അദ്ദേഹം ഗൂഗിളിൽ നിന്നൊക്കെ തപ്പി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എത്യോപ്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ പ്രദേശങ്ങളിലുള്ള ആളുകൾ ചില രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് അനധികൃതമായി താമസിക്കുന്ന ആളുകളെ ഗൾഫ് രാജ്യങ്ങൾ പുറത്താക്കാറുമുണ്ട്. ഇങ്ങനെ റെയ്ഡ് ചെയ്യാൻ വരുന്ന സ്ഥലങ്ങളിലെ ആളുകളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ സൗദിയിലേക്ക് നേരത്തെ ആക്രമിച്ച് കൊല ചെയ്യപ്പെടുത്തിയ വാർത്തകൾ നമുക്കറിയാം. പ്രത്യേകിച്ചും ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ ഉള്ള സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥരെ കൂട്ടം കൂടി ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആളുകൾ ആക്രമിച്ച് കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്ത ഒരു രീതിയാണത്. കാരണം
തങ്ങളുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊല ചെയ്യപ്പെടുത്ത ആളുകളെ എങ്ങനെയാണ് പിന്നെ സൗദി ട്രീറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ വല്ല കാര്യങ്ങളും ഈ ഇന്ത്യക്കാർ അമേരിക്കയിൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സാജൻ സ്കറിയ സൗദിയിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, കുടിയേറ്റക്കാർ എങ്ങനെ പിടിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മറു ചോദ്യം ചോദിക്കുകയാണ്. ഈ എത്യോപ്യക്കാരായ ആളുകളെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നതിനാണ് സാജൻ സ്കറിയ ചോദ്യം ചെയ്തത്. എത്യോപ്യക്കാർ സൗദിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവർ ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ, ഈ CID വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആക്രമിക്കാറുണ്ട്, കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളുമുണ്ട്. ഇതുപോലെ അമേരിക്കയിൽ ഏതെങ്കിലും സംഭവങ്ങൾ ഇന്ത്യക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ടും എന്തിനാണ് ഇന്ത്യക്കാരെ ഇങ്ങനെ ആക്രമിക്കുന്നത്? സാജൻ സ്കറിയ ഈ അമേരിക്കയുടെ ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന സമീപനത്തോട് ഉദാഹരിക്കുന്നത് പ്രത്യേകിച്ചും ഗൾഫിലും ഇത്തരം പ്രശ്നങ്ങൾ നടക്കാറുണ്ടെന്ന്. കാരണം ഇത്തരക്കാർക്ക് ഈ അറബിക് രാജ്യങ്ങളോട് വല്ലാത്തൊരു ചൊറിച്ചിലുണ്ട്. ഗൾഫിൽ ഇങ്ങനെ നടക്കാറുണ്ടോ? ഗൾഫിലൊരു സമയപരിധിയുണ്ട് പൊതുമാപ്പിന്. 2-3 മാസങ്ങൾ കിട്ടും. എവിടെയും പോയി അവരുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാം. അനധികൃതമായി കുടിയേറിയവരാണെങ്കിൽ അവരെ മലയാളി സന്നദ്ധ സംഘടന ഇടപെട്ട് നാട്ടിലെത്തിക്കും. പ്രത്യേകിച്ചും KMCC വരെയൊക്കെയുള്ള. ഒരിക്കലും ഇങ്ങനെ ബന്ധിച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ സൈനിക വിമാനത്തിൽ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇത് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അപമാനകരമാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല. പ്രത്യേകിച്ചും സംഘികളൊക്കെ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് മോഡിയില്ലാതെ ഉണ്ണാറില്ല, ഉറങ്ങാറില്ല, തൂറാറില്ലെന്നാണ്. അപ്പോൾ ആ ഫ്രണ്ടിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ് അദ്ദേഹം പ്രധാനമന്ത്രിയായ രാജ്യത്തോടും ട്രംപ് കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിൽ വലിയ സൗഹൃദത്തിലാണ്, ചങ്കുമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിന് അതിൻ്റെ റെസ്പെക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അത്തരം ബന്ധങ്ങൾ കൊണ്ട് എന്തുപയോഗമാണുള്ളത്? അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ന്യായീകരിച്ചു മെഴുകാം മിസ്റ്റർ സാജൻ. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നമ്മുടെ രാജ്യം പരസ്യമായി തന്നെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. കൊളംബിയയുടെ പ്രസിഡൻറ്റും അതുപോലെ മറ്റു രാജ്യങ്ങളുടെ പ്രസിഡൻറ്റും കാണിച്ച ആത്മധൈര്യം, ഇത്തരം വിമാനങ്ങളെ തിരിച്ചയക്കാനുള്ള ആത്മധൈര്യം നമ്മുടെ ഭരണകൂടം കാണിച്ചില്ല എന്നത് വളരെ പരമമായ ചരിത്രപരമായ സത്യമായി നിലനിൽക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കാം. UPA ഭരണകാലത്ത് ദേവയാനി കോർപ്പഡെ എന്ന് പറയുന്ന ഒരു നയതന്ത്രജ്ഞയെ അമേരിക്ക അറസ്റ്റ് ചെയ്തു. ഉടനടി മൻമോഹൻ സിംഗ് സർക്കാർ അമേരിക്കൻ എംബസിക്കുള്ള ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സംരക്ഷണം പിൻവലിച്ചു. ഉടനെ തന്നെ അമേരിക്ക ഈ കാര്യങ്ങൾ മനസ്സിലായി. അമേരിക്ക ദേവയാനി കോർപ്പഡെ ജയിലിൽ നിന്ന് തുറന്നുവിടുന്ന അവസ്ഥയുണ്ടായി. മറ്റൊന്നുകൂടി ഓർമ്മിക്കട്ടെ, നിങ്ങൾക്കറിയാവുന്ന സത്യമായിരിക്കും, കാരണം നിങ്ങൾ വലിയ മാധ്യമ പ്രവർത്തകനാണല്ലോ. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ 7ാം കൽപ്പപ്പടെ ഇന്ത്യയിലോട്ട് അയച്ചു. അപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞതെന്തെന്നറിയാമോ? അമേരിക്കയെ കപ്പൽപ്പട ഇങ്ങോട്ട് അയക്കണമോ എന്ന് അവർക്ക് തീരുമാനിക്കാം, പക്ഷെ തിരിച്ചു പോകണമോ എന്ന് ഇന്ത്യ തീരുമാനിക്കുമെന്നാണ്. അത്രമേൽ ആത്മധൈര്യമുള്ള, ആത്മാഭിമാനമുള്ള, രാജ്യത്തോട് സ്നേഹവും ബഹുമാനവുമുള്ള ഭരണാധികാരികൾ ഭരിച്ച നാടാണെന്ന് ഇപ്പോഴത്തെ ഭരണാധികാരിയും അദ്ദേഹത്തിന് വേണ്ടി കുഴലൂലുന്ന ആളുകളും ഓർക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.